ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് തയ്യാറാക്കിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ് ഒക്കെ ഒന്ന് തൊലി കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക കേട്ടോ. ആദ്യം ഞാൻ ക്യാരറ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കക്കരിക്ക ഉണ്ടല്ലോ, ഒരു കക്കരിക്കയാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് 2 എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ സ്ക്വയറിൽ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുക. അത് നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് കേട്ടോ. അതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സ്ക്വയറിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. അതും ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എടുത്തിട്ടുള്ളത് ആപ്പിളാണ്. അതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉറുമാമ്പഴമാണ്. അതും തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. അങ്ങനെ ആ ഒരു ഉറുമാമ്പഴത്തിൻ്റെ കുരു നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതുപോലെ ഒരു കാബേജിൻ്റെ ചെറിയൊരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു കമ്പം ഇതുപോലെ പുഴുങ്ങി എടുത്തിട്ട് അതിൻ്റെ കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ നീര് മാത്രം, ഒരു നാരങ്ങൻ്റെ മുഴുവൻ നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നല്ല ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കയ്യിലുള്ളത് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.